CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ പിന്നിട്ടു. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആദ്യത്തെ തവണ വീണയെ 9 മണിക്കൂർ ചോദ്യം ചെയ്താണ് വിട്ടയച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇഡിയും കക്ഷി ചേരുന്നു എന്ന വാർത്ത ഇന്ന് വന്നു. കോടതിയിൽ അപേക്ഷ നൽകാനാണ് ഇഡിയുടെ നീക്കം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ഈ ചോദ്യം ചെയ്യൽ വിശദാംശങ്ങളും ഒപ്പം ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളും നൽകും. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, മണിക്കൂറുകൾ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യൽ നീണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് SFIOയുടെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ, അത് ഏറ്റവും സുപ്രധാനമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം? അശ്വത, തീർച്ചയായും ആ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കൊച്ചിയിലെ കമ്പനികാരി കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകൾ ഇഡിക്ക് കൈമാറാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ ആ രേഖകൾ കോടതി പറഞ്ഞ സമയമായിട്ടും ഇഡിക്ക് ലഭ്യമായിരുന്നില്ല, കാലതാമസം നേരിട്ടിരുന്നു. പിന്നീട് ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ SFIO ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആ രേഖകൾ ലഭിച്ചത്. 29-ാം തീയതി വീണയോട് ഹാജരാകാനാണ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവർക്ക് ആ ദിവസം അത്ര കൺവീനിയന്റ് അല്ല എന്ന് പറഞ്ഞു. മറ്റൊരു ദിവസം വേണമെന്ന് നേരത്തെ അവർ ആവശ്യപ്പെട്ടിരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വീണയോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. അതിൽ പ്രകാരം ഇന്നവർ രാവിലെ 9-ഓടുകൂടി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തി. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ ആകുന്നു എത്തിയിട്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. CMRL എക്സാലോജിക്ക് രേഖകളുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള സേവനമാണ് നൽകിയത്, ഒപ്പം തന്നെ ഈ പണം എങ്ങോട്ടേക്ക് എന്ത് വിനിയോഗിച്ചു, ഈ 2 ചോദ്യങ്ങളാണ് പ്രധാനമായി ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതേ 2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും കാര്യമായ മറുപടി വീണയ്ക്ക് ഉണ്ടായിരുന്നില്ല, രേഖകൾ സമർപ്പിക്കാനും ആയിട്ടില്ല. ഇന്ന് പക്ഷേ SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകൾ കൂടി വെച്ചാണ് വീണയോട് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് കേവലം ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാനാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഷാർപ്പ് മറുപടികൾ ഇഡി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ 7 മണി വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടിയുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾക്ക് പോകുന്ന കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അസിത. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. അവിടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്തേക്കാണ് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഈ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡി പുതിയ നീക്കം, അതായത് ആ കേസിൽ കക്ഷി ചേരാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. അത് നേരത്തെ എനിക്ക് തോന്നുന്നു അത്തരം സൂചനകൾ വന്നതാണ്. എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? പ്രജൻ, ഇക്കാര്യത്തിൽ അതായത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയായിട്ടുള്ള ഹരീഷ് കുമാറിന് കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതി ജാമ്യം ലഭിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ പുതിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് വളരെ ഗൗരവത്തിൽ അന്വേഷിച്ച ഒരു കേസ്, ഗൗരവത്തിൽ റിപ്പോർട്ടിലടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്നും ആ വീഴ്ച കാരണം പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കി എന്നുള്ള ഒരു പരാതി ഇപ്പോൾ പോലീസിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയക്കാൻ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രോസിക്യൂട്ടറെ ടി ഗീനാകുമാരിയെ മാറ്റണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് പ്രോസിക്യൂട്ടർ പ്രതിയുമായി ഒത്തുകളിച്ചെന്നൊക്കെയുള്ള ആക്ഷേപം അത് പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും അതങ്ങനെ നിൽക്കുമ്പോൾ ഈ കേസിൽ ഇഡി കൂടി കക്ഷി ചേരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടി വരുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ ഇഡി കത്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹർജി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇഡിയും കേസിൽ കക്ഷി ചേരാനുള്ള നീക്കം ഇപ്പോൾ സജീവമാക്കിയിരിക്കുന്നത്. പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.